തലസ്ഥാനം സംഘർഷഭരിതമാണ്. പാറ്റകൾ വളരെ ബോധപൂർവമായി ഡൽഹിയിൽ ഇന്ന് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ആരംഭിക്കുന്ന ദിവസം തന്നെ പാർലമെന്റ് മാർച്ച് സംഘടിപ്പിച്ചുകൊണ്ടാണ് പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിച്ചത്. എന്തായാലും ഇപ്പോൾ ഈ പാറ്റകളെ കൈകാര്യം ചെയ്യുകയാണ് ഡൽഹി പോലീസും അതോടൊപ്പം തന്നെ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സും ഒക്കെ. ഒരു കാരണവശാലും അക്രമം അടിസ്ഥാനമാക്കിയുള്ള സമരം നാഷണൽ ക്യാപിറ്റലിൽ അനുവദിക്കില്ല എന്ന ശക്തമായ നിലപാട് കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. അത് ആരുടെ സമരമാണെങ്കിലും അതിനെ കൃത്യമായി അടിച്ചമർത്തുക തന്നെ ചെയ്യുമെന്ന കാര്യത്തിൽ സംശയമില്ല. പ്രജിത് മോഹൻ കൂടി ചേരുകയാണ്. പ്രജിത്ത്, ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായൊരു ഘടകം ഈ ആന്തോളൻ ജീവികൾ ഈ സമരത്തിലേക്ക് കടന്നു വന്നതാണല്ലോ. കാരണം പാറ്റകളുടെ സമരത്തിന് ഒരു തരത്തിലുമുള്ള പിന്തുണ കിട്ടിയിരുന്നില്ല. അങ്ങനെയെങ്കിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ജന്തർ മന്ദിറിലേക്ക് ആളുകൾ എത്തേണ്ടതാണ്. അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. അവിടെ 4-3-7 പേരാണ് കഴിഞ്ഞ ദിവസം വരെ ഉണ്ടായിരുന്നത്. പക്ഷേ എന്താണ് സംഭവിക്കുന്നത്? ഈ JNUവിലൊക്കെയുള്ള ആന്റി നാഷണൽസ്, രാഷ്ട്രവിരുദ്ധ ശക്തികൾ ഇങ്ങനെ വന്നു കയറി കുത്തിത്തിരിപ്പുണ്ടാക്കി ബോധപൂർവം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണ്. അത് നമ്മൾ കർഷക സമരത്തിന്റെ സമയത്ത് കണ്ടിട്ടുണ്ട്. CAA പേരിൽ ഡൽഹിയിൽ കലാപമുണ്ടാക്കുന്ന വേളയിൽ ഇവരുടെ സാന്നിധ്യം നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ നോക്കൂ, ജന്തർ മന്ദിറിൽ നിന്നും ഇന്ന് തുടങ്ങിയ സംഘർഷത്തിനകത്തും ഈ JNUവിൽ നിന്നൊക്കെയുള്ള ഇത്തരം ആന്തോളൻ ജീവികൾ അല്ലെങ്കിൽ ഈ ആന്റി നാഷണൽ ഫോഴ്സിന്റെ പങ്ക് അതുകൂടി ഈ ഘട്ടത്തിൽ എടുത്തു പറയേണ്ടതല്ലേ? എല്ലാ തരത്തിലും ഇതൊരു രാഷ്ട്രീയ കലാപമാണ്. ഇത് നടത്തുന്നതിന് പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത് ഇന്ത്യ സഖ്യമാണെന്നുള്ള കാര്യം ഇനി പറയാതിരിക്കാൻ കഴിയില്ല ഗൗതം. കാരണം ഒന്ന് നമ്മൾ കാണേണ്ടത്, ഇപ്പോൾ ഏതെങ്കിലും രീതിയിൽ CJPയുടെ പ്രവർത്തകരോ അല്ലെങ്കിൽ CJPയുടെ പിന്തുണ പറ്റിയവരോ അല്ല ഈ വന്ന് മറിയുന്നത് എന്നുള്ളത് കൂടി നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. കാരണം ഒന്ന്, ഈ സമരത്തിൽ പലയിടത്തും ഉള്ള വിവിധ പ്രതിപക്ഷ രാഷ്ട്രീയ നേതാക്കളുടെ വലിയ സാന്നിധ്യം, പ്രത്യേകിച്ച് ആം ആദ്മി പാർട്ടിയുടെ നേതൃത്വത്തിൽ വലിയൊരു മൊബിലൈസേഷൻ ഡൽഹിയിൽ നടന്നിട്ടുണ്ട് എന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഡൽഹി മെട്രോയിലും മറ്റുമൊക്കെ ആം ആദ്മിയുടെ 100 കണക്കിന് പ്രവർത്തകർ അവിടേക്ക് ആ സംഘർഷ സ്ഥലത്തേക്ക് വന്നിറങ്ങുകയും അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഇവർക്ക് നേതൃത്വം നൽകി പ്രവർത്തകരെയും കൊണ്ട് നടന്നെത്തുന്ന ആം ആദ്മി പാർട്ടിയുടെ നേതാക്കളായിട്ടുള്ള മനീഷ് സിസോദിയ, അതിഷി സിംഗ്, സഞ്ജയ് സിംഗ് തുടങ്ങിയിട്ടുള്ള ആളുകളുടെ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. പലയിടങ്ങളിലും ഈ കലാപത്തിന് കൂടുതൽ ഇൻസ്റ്റിഗേറ്റ് ചെയ്യുന്നത് ഇവരാണെന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. നമ്മളിനി എടുത്തു പറയേണ്ട ഒരു പേര് ജമ്മു കശ്മീർ മുഖ്യമന്ത്രിയായിട്ടുള്ള ഒമർ അബ്ദുള്ളയുടേതാണ്. അതായത് CJP ഉയർത്തുന്ന സമരാവശ്യങ്ങളുമായി ഒരു ബന്ധവുമില്ലാത്തൊരു വിഷയവും ഉയർത്തി ജമ്മു കശ്മീരിൻ്റെ സ്റ്റേറ്റ്ഹുഡ് എന്നൊക്കെ പറഞ്ഞ് അവിടെ ജന്തർ മന്ദിറിൽ വലിയൊരു പടയുമായി അദ്ദേഹം എത്തിയിട്ടുണ്ട്. അദ്ദേഹവും ഈ സംഘർഷത്തിൻ്റെ ഭാഗമാകുന്നുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ആളുകളെ ഇളക്കി വിടുന്നുണ്ട്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കോൺഗ്രസിൻ്റെ കൊടികളുമായി 100 കണക്കിന് കോൺഗ്രസ് പ്രവർത്തകർ ഈ സമരത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്. അതിൽ ജെൻസി പോയിട്ട് ഈ പറയുന്ന ചെറുപ്പക്കാരെന്ന് വിളിക്കാവുന്ന ഗണത്തിൽപ്പെടുന്ന ആളുകൾ പോലുമല്ല, അതിലുമൊക്കെ പ്രായമുള്ള ആളുകളൊക്കെ ഈ സമരത്തിൻ്റെ ഭാഗമാകുന്നുണ്ട്. അങ്ങനെ വലിയ രീതിയിലൊരു കലാപം സൃഷ്ടിക്കാൻ കോൺഗ്രസിൻ്റെയും ആം ആദ്മിയുടെയും ഒക്കെ നേതൃത്വത്തിൽ വലിയൊരു ഗൂഢാലോചന നടന്നിരിക്കുന്നു എന്നുള്ളതിന് തെളിവുകളാണ് ഈ ദൃശ്യങ്ങളൊക്കെ. അല്ലായെങ്കിൽ ഒന്ന്, ഈ സമരത്തിൻ്റെ ഭാഗമായി എന്തിന് ആം ആദ്മി നേതാക്കൾ മാറണം? അവരെന്തിന് പലയിടത്തും ഈ രീതിയിൽ പോലീസിനെ ആക്രമിക്കാനും കല്ലെറിയാനും ഒക്കെ നേതൃത്വം നൽകണം എന്നുള്ള ചോദ്യം പ്രധാനമാണ്. ഹരിയാനയിലുമൊക്കെ കാണുന്ന വേഷവിധാനത്തിലുള്ള ആളുകൾ എന്തിന് ഈ CJPയുടെ സമരവേദിയിൽ അല്ലെങ്കിൽ ഈ CJPയുടെ സമരം എന്ന് പറഞ്ഞു നടക്കുന്ന ഇന്ത്യ കലാപത്തിൽ പങ്കെടുക്കുന്നു എന്നുള്ള ചോദ്യവും ഈ ഘട്ടത്തിൽ ഉയരുകയാണ്. ഇവിടെയെല്ലാം കോൺഗ്രസിൻ്റെ നേതാക്കളുടെ സാന്നിധ്യമുണ്ട്, ആം ആദ്മി പാർട്ടിയുടെ നേതാക്കളുടെ സാന്നിധ്യമുണ്ട്, നാഷണൽ കോൺഫറൻസ് നേതാക്കളുടെ സാന്നിധ്യമുണ്ട്. അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു പ്രതിപക്ഷ കലാപമായി ഈ CJPയുടെ സമരം എന്ന പേരിൽ ഡൽഹിയിൽ നടക്കുന്ന ഈ അതിക്രമം മാറിയിരിക്കുന്നു എന്നുള്ളത് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. ഇവർ ശ്രമിക്കുന്നത് രാജ്യത്ത് വലിയൊരു കലാപം ഉണ്ടാക്കാൻ തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഏതെങ്കിലും രീതിയിൽ ഈ പാർലമെന്റിനുള്ളിലേക്ക് ഈ പറയുന്ന ആളുകളെ ഉള്ളിലേക്ക് കയറ്റിവിടാനുള്ള ശ്രമം നടത്തുകയാണ്. അതിനുശേഷം സ്വാഭാവികമായിട്ടും പാർലമെന്റിനുള്ളിലേക്ക് പ്രതിഷേധക്കാർ കടക്കുകയാണെങ്കിൽ അവിടെ നിലയുറപ്പിച്ചിട്ടുള്ള സുരക്ഷാ വിഭാഗത്തിന് കൃത്യമായ രീതിയിൽ പ്രതിരോധിക്കേണ്ടി വരും. നേരത്തെ ഉണ്ടായിട്ടുള്ള പാർലമെന്റ് ആക്രമണങ്ങളുടെയൊക്കെ ഭീകരാക്രമണങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ അത്തരത്തിലുള്ള അതിക്രമങ്ങൾ നടക്കുമ്പോൾ ഇതിന് കൃത്യമായ പ്രോട്ടോകോൾ നിലവിലുണ്ട് എന്നുള്ള കാര്യം അറിയാവുന്ന കോൺഗ്രസിൻ്റെയും ആം ആദ്മിയുടെയും ഒക്കെ MPമാരുടെ നേതൃത്വത്തിലാണ് ഈ കലാപം നടക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ചില രക്തസാക്ഷികളെയൊക്കെ സൃഷ്ടിക്കാനുള്ള ശ്രമം ഈ സമരത്തിൻ്റെ ഭാഗമായി ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി ഈ കലാപം കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കുക എന്നൊരു ലക്ഷ്യവുമായി തന്നെയാണ് ആം ആദ്മിയുടെയും കോൺഗ്രസിൻ്റെയും ഒക്കെ നേതാക്കൾ ഇപ്പോൾ ഈ സമരരംഗത്ത് ഇറങ്ങിയിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. കാരണം ഡൽഹിയിൽ ഇപ്പോൾ BJP ആണ് ഭരിക്കുന്നത്. ആം ആദ്മിക്ക് ഏതാണ്ട് ഗ്രൗണ്ട് പൂർണ്ണമായും നഷ്ടമായൊരു സാഹചര്യമുണ്ട്. അപ്പോൾ സ്വാഭാവികമായും കേന്ദ്ര സർക്കാരിനും ഡൽഹി സർക്കാരിനുമെതിരെ ഒരു വലിയ പ്രതിഷേധമുണ്ടാകുമ്പോൾ അത് ഡൽഹിയിൽ വലിയ രീതിയിലുള്ള ഒരു സർക്കാർ വിരുദ്ധ വികാരമുണ്ടാക്കുമെന്നൊക്കെയുള്ള കണക്ക്
കണക്കുകൂട്ടലിൽ തന്നെയാണ് ആം ആദ്മി പാർട്ടി ഇത്തരമൊരു ശ്രമവുമായി രംഗത്തെത്തിയിരിക്കുന്നതെന്ന് പറയേണ്ടിയിരിക്കുന്നു. അല്ല എങ്കിൽ ഈ CJPയുടെ സമരത്തെ അത് ചില RSS ബാക്ക്ഗ്രൗണ്ടുള്ള സമരമാണെന്നൊക്കെ കോൺഗ്രസിന്റെ ചില നേതാക്കൾ നേരത്തെ വിമർശിച്ചിരുന്നു. പക്ഷേ എന്തിന് അവരുടെ കൊടികളുമായി നൂറുകണക്കിന് പ്രവർത്തകർ ആ സമരവേദിയിലേക്ക് എത്തുകയും അവിടെ പാർലമെന്റ് വളയുന്നടക്കമുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്നു എന്നുള്ള ചോദ്യമുണ്ട്. ഇതിൽ ഏതെങ്കിലും രീതിയിലുള്ള പങ്കില്ലെങ്കിൽ എന്തിന് ഒമർ അബ്ദുള്ള ആ സമരവേദിയിൽ വന്ന് അവിടെ കൂടുതൽ കലാപം ഉണ്ടാക്കുന്ന രീതിയിലുള്ള മുദ്രാവാക്യങ്ങളും ഒക്കെ വിളിക്കുന്ന സാഹചര്യം സൃഷ്ടിക്കുന്നു എന്നുള്ള ചോദ്യമുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഇന്ത്യ സഖ്യം ആസൂത്രണം ചെയ്ത ഒരു കലാപം എന്ന നിലയിലേക്ക് ഈ കാര്യങ്ങൾ പോവുകയാണ്. അത് തെളിയിക്കുന്ന കൂടുതൽ ദൃശ്യങ്ങൾ ഈ മണിക്കൂറുകളിൽ എക്സിലുമൊക്കെ പുറത്തു വരുന്നുണ്ട്. കാരണം എല്ലായിടത്തും സംഘർഷമുണ്ടാകുന്ന എല്ലായിടത്തും ആം ആദ്മിയുടെയും കോൺഗ്രസ് നേതാക്കളുടെയും സാന്നിധ്യം വളരെ കൃത്യമായി ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. അപ്പോൾ സ്വാഭാവികമായും ഇതൊരു CJP സമരമെന്നോ ജെൻസി സമരമെന്നോ വിളിക്കാൻ കഴിയുന്നതിനപ്പുറത്തേക്ക് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന്, ഡൽഹിക്ക് അടുത്തുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും രാഷ്ട്രീയ പാർട്ടികൾ ആളുകളെ ഇറക്കി നടത്തുന്ന സമരമായി മാറിയിരിക്കുന്നു. ഡൽഹി മെട്രോ അടക്കമുള്ള സംവിധാനങ്ങൾ വളരെ ഫലപ്രദമായി രാഷ്ട്രീയ പാർട്ടികൾ ഇതിനായി ഉപയോഗിച്ചു എന്നുള്ളത് കൂടി കാണേണ്ടിയിരിക്കുന്നു. പലവിധ രാഷ്ട്രീയ പാർട്ടികളുടെ കൊടികളും പിടിച്ചാണ് ഇപ്പോൾ അവിടെ ഈ സംഘർഷങ്ങൾ നടക്കുന്നത്. സ്വാഭാവികമായ ഒരു ജനാധിപത്യ പ്രതിഷേധമല്ല നടക്കുന്നത് എന്നുള്ളത് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. പോലീസിനെ ആക്രമിക്കുന്ന, മാധ്യമപ്രവർത്തകരെ ആക്രമിക്കുന്ന, തീർത്തും ഒരു കലാപാന്തരീക്ഷം സൃഷ്ടിക്കുന്നുള്ള നടപടികളാണ് ഈ പറയുന്ന ഇന്ത്യ സഖ്യ നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. യോഗേന്ദ്ര യാദവിനെ പോലെയുള്ള നേതാക്കൾ അതിന് ഈ രീതിയിൽ നവമാധ്യമങ്ങളിലടക്കം അതിന് കൂടുതൽ ഫ്യൂവൽ പകരുന്ന രീതിയിലുള്ള പ്രചാരണങ്ങളും നടത്തുന്നതിൻ്റെ ദൃശ്യങ്ങളും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നതെന്ന് വ്യക്തമാണ്. കേന്ദ്ര സർക്കാരിനെതിരെ സ്വാഭാവികമായിട്ടുള്ള ഒരു ജനകീയ വികാരം നിലവിലില്ലാത്ത സാഹചര്യത്തിൽ അത് കൃത്രിമമായി സൃഷ്ടിക്കാനുള്ള നടപടികളാണ് പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്ത് നിന്ന് ഡൽഹിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. വ്യക്തമാണ് പ്രജിത്ത്. തുടരുക. ഇപ്പോൾ BJPയുടെ ദേശീയ വക്താവ് ശ്രീ ടോം വടക്കൻ ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ തയ്യാറാണ്. ശ്രീ ടോം വടക്കൻ, ഇപ്പോൾ രാജ്യതലസ്ഥാനത്ത് വളരെ ബോധപൂർവമായി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുവാൻ ഈ പാറ്റാക്കൂട്ടം ശ്രമിക്കുകയാണല്ലോ. കാരണം കഴിഞ്ഞ ദിവസം വരെ ഈ സമരത്തിന് ഒരു തരത്തിലുമുള്ള പ്രസക്തി ഉണ്ടായിരുന്നില്ല. ഈ ഘട്ടത്തിലാണോ അക്രമത്തിന്റെ പാതയിലൂടെ ശ്രദ്ധ പിടിച്ചു പറ്റാനുള്ള ശ്രമം CJPയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്? എങ്ങനെയാണ് ഇപ്പോൾ ഡൽഹിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളെ നോക്കിക്കാണുന്നത്? ഈ CJP എന്ന് പറയുന്ന പാർട്ടിയാണോ ഇലക്ഷൻ കമ്മീഷനിൽ രജിസ്റ്റേർഡ് അല്ല. ഇവരൊരു പ്രൊട്ടസ്റ്റിംഗ് ഒരു ഗ്രൂപ്പാണ്. ഇവരെ ആര് ഫണ്ട് ചെയ്യുന്നു, ഇവരുടെ ഒരു ഡിമാൻഡും കഴിയുന്നേക്കാളും പിന്നെ വേറെ പുതിയ ഡിമാൻഡ്സ് വരികയാണ്. ആന്റി നാഷണൽ ഒരു മൂവ് ആണ് എന്നാണ് കാഴ്ചപ്പാട്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഗവൺമെന്റിന് സ്ട്രിക്റ്റ് ആയിട്ട് ആക്ഷൻ എടുക്കണം. ജന്തർ മന്തറിൽ നിന്ന് ഇവര് പാർലമെന്റിലേക്ക് വരാനുള്ള ശ്രമമാണ്. അത് ഏതായാലും അവിടെ കർഫ്യൂ ആണ്. ആ ഏരിയ സെക്ഷൻ 144 ഉണ്ട്. അപ്പോൾ ഗവൺമെന്റ് അതിനുള്ള കാര്യങ്ങൾ ചെയ്യും അവരെ പ്രിവെന്റ് ചെയ്യാൻ. പക്ഷെ ഇതിലൊരു എൻക്വയറി വേണം. ഇവരാരാണ്, ഇവരെ ഫണ്ട് ചെയ്യുന്നത് ആരാണ്, ഇവരുടെ ഡിമാൻഡ്സിന്റെ പിന്നില് എന്തൊക്കെയാണ് ആന്റി നാഷണൽ ആക്ടിവിറ്റീസ് ഇവർ ഇൻവോൾവ് ആയിരിക്കുന്നത് എല്ലാം വെളിപ്പെടുത്തണം. ഹലോ. വളരെ നന്ദി ശ്രീ ടോം വടക്കൻ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. BJPയുടെ ദേശീയ വക്താവ് ടോം വടക്കനാണ് പ്രതികരിച്ചത്. അതായത് CJP എന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല, തെരഞ്ഞെടുപ്പ് കമ്മീഷനിലും മറ്റും രജിസ്റ്റർ ചെയ്തിട്ടില്ല. പക്ഷേ ഈ രീതിയിൽ അക്രമങ്ങളും മറ്റും നടത്തുവാൻ ഇവരുടെ സോഴ്സ് എന്താണ്, ഈ രീതിയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതിൽ ഇവർക്ക് പിന്നിൽ ആരാണ് എന്നത് സംബന്ധിച്ചുള്ള സമഗ്രമായ അന്വേഷണം അനിവാര്യമാണ് എന്നാണ് ടോം വടക്കൻ വ്യക്തമാക്കുന്നത്. ആദർശ് തുളസീധരൻ ഡൽഹിയിൽ നിന്നും തുടരുകയാണ്. ആദർശ്, ഇപ്പോൾ ഈ സംഘർഷാവസ്ഥയ്ക്ക് അയവ് വന്നിട്ടുണ്ടോ? കാരണം രാവിലെ ഒരു ഘട്ടത്തിൽ ജന്തർ മന്ദറിലാണ് ഈ സംഘർഷത്തിന്റെ തുടക്കം. അവിടെ RAF-ഉം അതോടൊപ്പം തന്നെ ഡൽഹി പോലീസും ഈ സമരക്കാർ അക്രമം നടത്തുന്ന വേളയിൽ അതിനെ ശക്തമായി പ്രതിരോധിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം പിന്നീട് ഉച്ചയോടുകൂടി പാർലമെന്റിനകത്തേക്ക് തള്ളിക്കയറുവാൻ ഈ അക്രമകാരികൾ ശ്രമിച്ചു. അവിടെ കണ്ണീർ വാതകം ഉൾപ്പെടെ പ്രയോഗിക്കേണ്ട സാഹചര്യം സുരക്ഷാ സേനയ്ക്കുണ്ടായി. ഇപ്പോഴെന്താണ് ഈ പാർലമെന്റിന്റെ പ്രധാനപ്പെട്ട ഗേറ്റുകൾക്ക് മുന്നിലെ സാഹചര്യം? എന്താണ്? സംഘർഷത്തിന് അയവ് വന്നിട്ടുണ്ടോ ആദർശ്?
ഗൗതം, നിലവിൽ പാർലമെന്റിന്റെ പ്രധാന ഗേറ്റിന് മുന്നിൽ കർശന സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. നമുക്കറിയാം, പ്രസ് ക്ലബ് ഓഫ് ഇന്ത്യക്ക് സമീപമൊക്കെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ ഇപ്പോൾ ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രവർത്തകർ സംഘടിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെയാണ് വലിയ സുരക്ഷാ ക്രമീകരണം അവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. മാത്രമല്ല, പാർലമെന്റ് സ്ട്രീറ്റ് അവിടെയും ഈ സംഘടിച്ചെത്തിയ CJPയുടെ പ്രവർത്തകരെ പോലീസ് നീക്കം ചെയ്യുകയാണ്. കാരണം ഇവർക്ക് ഈ പാർലമെന്റിലേക്ക് മാർച്ച് നടത്തുന്നതിന് അനുമതി നൽകിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പോലീസ് കമ്മീഷണറൊക്കെ കൃത്യമായിട്ട് തന്നെ ഇത് സംബന്ധിച്ചുള്ള എല്ലാ വിവരങ്ങളും പുറത്തുവിട്ടിരുന്നു. കാരണം CJP അവരുടെ ഭാഗത്ത് നിന്നുകൊണ്ട് ഈ പാർലമെന്റ് മാർച്ചിന് അനുമതി തേടിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ അനുമതി നൽകുന്നത് സംബന്ധിച്ചുള്ള ചോദ്യങ്ങളൊന്നും ഉദിക്കുന്നില്ല എന്നാണ് ഇത് സംബന്ധിച്ച് പോലീസ് വ്യക്തമാക്കിയത്. എന്നാൽ പിന്നീട് പോലീസ് സ്വീകരിച്ച നടപടി എന്ന് പറയുന്നത് ഈ അരാഷ്ട്രീയവാദികളെ, രാജ്യത്ത് അക്രമവും കലാപവും സൃഷ്ടിക്കാൻ തയ്യാറെടുക്കുന്ന ഈ അരാജകത്വവാദികളെ നേരിടുന്നതിനുള്ള എല്ലാ സുരക്ഷാ ക്രമീകരണവും ഡൽഹി പോലീസ് അതിനുവേണ്ടി ചെയ്തിരുന്നു. എന്നാൽ അവരെയൊക്കെ ഈ പല രാഷ്ട്രീയ പാർട്ടികൾ, പ്രത്യേകിച്ച് നമുക്കറിയാം ഡൽഹിയിൽ ആദർശ്, ഞാൻ ആദർശിലേക്ക് മടങ്ങി വരാം. ഇപ്പോൾ BJP നേതാവ് യുവരാജ് ഗോകുൽ ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ നമുക്കൊപ്പമുണ്ട്. ശ്രീ യുവരാജ് ഗോകുൽ, അങ്ങ് ഈ രാജ്യതലസ്ഥാനത്ത് നടക്കുന്ന അക്രമ സംഭവങ്ങൾ അങ്ങ് ശ്രദ്ധിക്കുന്നുണ്ടാകുമല്ലോ. കാരണം കഴിഞ്ഞ ദിവസം വരെ കാര്യമായ ശ്രദ്ധയൊന്നും പിടിച്ചുപറ്റാത്ത ഒരു സമരത്തെ ഇപ്പോൾ ഈ നിലയിലേക്ക് കൊണ്ടെത്തിക്കാൻ ശ്രമിക്കുകയാണ് ചില ആളുകൾ. എങ്ങനെയാണ് ഈ സാഹചര്യത്തെ വിലയിരുത്തുന്നത്? നോക്കൂ, അവര് സമരം തുടങ്ങുന്നത് നീറ്റ് വിഷയവുമായി ബന്ധപ്പെട്ടിട്ടാണ്. നീറ്റ് വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിട്ടുള്ള ദൗർഭാഗ്യകരമായ സംഭവത്തെ കുറിച്ചിട്ട് നമുക്കറിയാം. ആരും മനഃപൂർവ്വം ചെയ്തതല്ല, പക്ഷെ സ്വാഭാവികമായിട്ട് ചില വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്. ആ വീഴ്ചകൾ സംഭവിച്ചതിന്റെ ബുദ്ധിമുട്ട് പൊതുജനങ്ങൾക്കുണ്ടായിട്ടുണ്ട്. അതിന്റെ ഉത്തരവാദിത്വം ഭാരതീയ ജനതാ പാർട്ടിയോ കേന്ദ്ര സർക്കാരോ ഒളിച്ചോടുന്നൊന്നുമില്ല. തീർച്ചയായിട്ടും വീണ്ടും നീറ്റ് പരീക്ഷ നടത്തുകയും അത് ഭംഗിയായി തന്നെ പൂർത്തീകരിക്കുവാൻ വേണ്ടിയിട്ട് സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോ അതിനകത്ത് എന്തെങ്കിലും തരത്തിലുള്ള അഴിമതി എന്ന് പറയുന്നത് സർക്കാർ തലത്തിലുള്ള അഴിമതി അങ്ങനെ ഒന്നും തന്നെ ഇല്ല എന്നുള്ള കാര്യത്തെക്കുറിച്ച് സ്പഷ്ടമായിരിക്കെ ആ ഒരു വീഴ്ച കഴിഞ്ഞ 12 വർഷമായിട്ട് നരേന്ദ്രമോദി സർക്കാർ ഭാരതം ഭരിക്കുകയാണ്. പ്രത്യേകിച്ച് വീഴ്ചകളോ അല്ലാന്നുണ്ടെങ്കിൽ അഴിമതികളോ ഒന്നും തന്നെ പറയാൻ വേണ്ടിയിട്ടില്ല. അപ്പൊ കിട്ടിയ ഒരു അവസരം മുതലെടുത്ത് ചെറിയൊരു പിഴവിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതൊരു വലിയ മഹാസംഭവമാക്കി അതിനെ തുക്കടെ ആൾക്കാരുടെയും മറ്റ് പ്രധാനമന്ത്രി തന്നെ പണ്ട് പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ ആന്തോളൻ ജീവികളുടെയും ഒരു വിഹാര കേന്ദ്രമാക്കിയിട്ട് ഡൽഹിയെ രാജ്യ തലസ്ഥാനത്തെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് ഉണ്ടായിട്ടുള്ളത്. അത് നമ്മെ പരാജയപ്പെടും. കാരണം ഈ സമരത്തിൽ ജനങ്ങൾ യാതൊരു തരത്തിലുള്ള താല്പര്യവും കാണിക്കുന്നില്ല. അവര് പതിവായിട്ടുള്ള കുറെ ആന്തോളൻ ജീവികളെ അവിടെ കൊണ്ടുവന്ന് കുത്തി നിറച്ചിട്ട് എന്തൊക്കെയോ കാണിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അതിനപ്പുറത്തേക്കുള്ള പ്രാധാന്യം അർഹിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം.